ഹലോ കോഡേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ മെഡിക്കൽ കോഡിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേസ് സ്റ്റഡി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഷ്യൻ്റ് ഈസ് എ 59-year-old white male who underwent carotid endarterectomy for symptomatic left carotid stenosis a year ago. A carotid CT angiogram showed a recurrent 90% left internal carotid artery stenosis extending into the common carotid artery. He is taken to the operating room for redo left carotid endarterectomy. The left neck was prepared and the previous incision was carefully reopened. Using sharp dissection, the common carotid artery and its branches were dissected free. The patient was systematically heparinized and after a few minutes, clamps were applied to the common carotid artery and its branches. A longitudinal arteriotomy was carried out with findings of extensive layering of intimal hyperplasia with no evidence of recurrent atherosclerosis. A celastic balloon tip shunt was inserted first proximally and then distally with restoration of flow. Several layers of intima were removed and the endarterectomized surface irrigated with heparinized saline. An oval dacron patch was then sewn into place with running 60 proline. Which CPT code is reported? എൻഡാർട്ടറക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറിയുടെ ഇന്നർ ലൈനിങ്ങിൻ്റെ ഒരു പാർട്ട് സർജിക്കലി റിമൂവ് ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ എൻഡാർട്ടറക്ടമി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പേഷ്യൻറ്റിന് 1 വർഷം മുമ്പ് തന്നെ എൻഡാർട്ടറക്ടമി നടത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷം CT ആൻജിയോഗ്രാം എടുത്തപ്പോഴാണ് മനസ്സിലായത് പേഷ്യൻറ്റിൻ്റെ ആർട്ടറി സ്റ്റിനോസിസ് കോമൺ കരോട്ടിഡ് ആർട്ടറിയിലേക്ക് കൂടിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യണം? എൻഡാർട്ടറക്ടമി ചെയ്യണം. അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. അതിൻ്റെ കീവേഡ് എന്താണ്? ഹി ഈസ് ടേക്കൺ ടു ദ ഓപ്പറേറ്റിംഗ് റൂം ഫോർ റീഡു ലെഫ്റ്റ് കരോട്ടിഡ് എൻഡാർട്ടറക്ടമി. കരോട്ടിഡ് ആർട്ടറിയിലാണ് എൻഡാർട്ടറക്ടമി ചെയ്യുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 35301. 35301 എന്താണ് പറയണത്? ത്രോംബോ എൻഡാർട്ടറക്ടമി ഇൻക്ലൂഡിംഗ് പാച്ച് ഗ്രാഫ്റ്റ് ഇഫ് പെർഫോംഡ് കരോട്ടിഡ് വെർട്ടിബ്രൽ സബ്ക്ലാവിയൻ ബൈ നെക്ക് ഇൻസെക്ഷൻ. ഇത് നമ്മുടെ ആൻസർ തന്നെയാണ്. കാരണം കരോട്ടിഡ് ആർട്ടറിയിൽ ത്രോംബോ എൻഡാർട്ടറക്ടമി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ്? 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ എൻഡാർട്ടറക്ടമി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോഡ് മാത്രം പോരാ, നമുക്കൊരു എക്സ്ട്രാ വേറൊരു കോഡും കൂടി വേണം. അപ്പോൾ ഓപ്ഷൻ ബി നോക്കാം. 35301 അതിൻ്റെ ഒപ്പം തന്നെ എന്തും കൂടി ഉണ്ട്? 35390. 35390 നമുക്ക് നോക്കാം. 35390 എന്താ പറയണത്? റീ ഓപ്പറേഷൻ കരോട്ടിഡ് ത്രോംബോ എൻഡാർട്ടറക്ടമി മോർ ദാൻ 1 month ആഫ്റ്റർ ഒറിജിനൽ ഓപ്പറേഷൻ. ലിസ്റ്റ് സെപ്പറേറ്റ്ലി ഇൻ അഡീഷൻ ടു കോഡ് ഫോർ പ്രൈമറി പ്രൊസീജിയർ. ഇതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. യൂസ് 35390 ഇൻ കൺജങ്ഷൻ വിത്ത് 35301. 35301 കൂടെ മാത്രമേ 35390 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ആഡ് ഓൺ കോഡാണ് 35390 എന്നുള്ളത്. 35301 ആഡ് ഓൺ കോഡാണ്. ആഡ് ഓൺ കോഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീ ഓപ്പറേഷനാണ്. ഇവിടെ അതന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഡോക്യുമെൻറ്റിൽ? റീ ഓപ്പറേഷനാണ്. ഇത് 1 മാസത്തിൽ കൂടുതൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം. ഇവിടെ ശരിയാണ്. ഇവിടെ 1 year ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ആണ്. 35301 ആൻഡ് 35390. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാലോ CPC എക്സാമിന് 4 മണിക്കൂറുണ്ട്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വായിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കംപ്ലീറ്റ് വായിക്കാതെ തന്നെ ആൻസറിലേക്ക് എത്തുക എന്നതിനുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് ഞാൻ തന്നെ പരീക്ഷിച്ച് വിജയിച്ച ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡിലൂടെ കറക്റ്റ് കോഡ് പിക്ക് ചെയ്യാൻ പറ്റുന്നുവോ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. എന്നാലും ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ കേട്ടോ.
മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓപ്ഷൻസ് നോക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 47564 അതെന്താണ്? ലാപ്രോസ്കോപ്പി, സർജിക്കൽ, കോളിസിസ്റ്റെക്ടമി വിത്ത് എക്സ്പ്ലോറേഷൻ ഓഫ് കോമൺ ഡക്റ്റ്. ഓപ്ഷൻ ബി 47562 ലാപ്രോസ്കോപ്പി, സർജിക്കൽ, കോളിസിസ്റ്റെക്ടമി. ഓപ്ഷൻ സി 47610 അത് എക്സിസ്റ്റിൻ്റെ താഴെയാണ് വരുന്നത്. കോളിസിസ്റ്റെക്ടമി വിത്ത് എക്സ്പ്ലോറേഷൻ ഓഫ് കോമൺ ഡക്റ്റ്. ഓപ്ഷൻ ഡി 47600 കോളിസിസ്റ്റെക്ടമി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ക്രോണിക് കോളിസിസ്റ്റൈറ്റിസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് സെയിം തന്നെയാണ്. പ്രൊസീജിയർ എന്താണ്? ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി. ഇനി നമുക്കൊന്നും നോക്കണ്ട, നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. പ്രൊസീജിയറിന് പക്ക കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി നമ്മൾ ബാക്കിയൊന്നും വായിക്കേണ്ട. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമിയാണ്. അത് ഏത് ഓപ്ഷനിലാണ് വരുന്നത്? 47562 അതേതാണ്? ബി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ബി. നമുക്ക് എത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? അതാണ് ഈ മെത്തേഡിൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കേണ്ട പോലും ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ മെത്തേഡിലൂടെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 25628 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് കാർപ്പൽ സ്കഫോയിഡ് ഫ്രാക്ചർ ഇൻക്ലൂഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ വെൻ പെർഫോംഡ്. ഓപ്ഷൻ ബി നോക്കാം. 25624 ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് കാർപ്പൽ സ്കഫോയിഡ് ഫ്രാക്ചർ വിത്ത് മാനിപ്പുലേഷൻ. ഓപ്ഷൻ സി നോക്കാം. 25645 ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് കാർപ്പൽ ബോൺ ഫ്രാക്ചർ ഈച്ച് ബോൺ. നമുക്ക് മുൻപ് കൊടുത്തത് എന്താണ്? കാർപ്പൽ സ്കഫോയിഡ് ഫ്രാക്ചറാണ്. ഇതെന്താണ്? കാർപ്പൽ ബോൺ ഫ്രാക്ചറാണ്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഡി എന്താണ്? 25651 പെർക്യൂട്ടേനിയസ് സ്കെൽറ്റൽ ഫിക്സേഷൻ ഓഫ് അൾനാർ സ്റ്റിറോയിഡ് ഫ്രാക്ചർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് റൈറ്റ് സ്കഫോയിഡ് ഫ്രാക്ചർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് സെയിം തന്നെയാണ്. പ്രൊസീജിയർ ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ ഓഫ് റൈറ്റ് സ്കഫോയിഡ് ഫ്രാക്ചർ. അതെന്താണ്? ഓറിഫ് ഓപ്പൺ റിഡക്ഷൻ ഇൻറ്റേർണൽ ഫിക്സേഷൻ. അതെന്താണ്? ഓപ്പൺ ട്രീറ്റ്മെൻ്റ് ആണ്. അതെന്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്? റൈറ്റ് സ്കഫോയിഡ് ഫ്രാക്ചറിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? 25628 അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ട്രീറ്റ്മെൻ്റ് ആണ്, കാർപ്പൽ സ്കഫോയിഡ് ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്, ഇൻക്ലൂഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ വെൻ പെർഫോംഡ്. അപ്പോൾ 25628 ആണ് നമ്മുടെ ആൻസർ എന്ന് മനസ്സിലായി. ഇനി ബാക്കി ക്വസ്റ്റ്യൻ വായിച്ച് ടൈം കളയണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എല്ലാവരും ടെൻഷൻ ആവുന്നു വേണ്ട, വലിയ ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് നമുക്ക് കംപ്ലീറ്റ് വായിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഓപ്ഷൻ എ എന്താണ്? 25600 ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്റ്റൽ റേഡിയൽ ഫ്രാക്ചർ. എക്സാമ്പിൾ കോളിസ് ഓർ സ്മിത്ത് ടൈപ്പ് ഓർ എപ്പിഫൈസിയൽ സെപ്പറേഷൻ ഇൻക്ലൂഡ് ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ചർ ഓഫ് അൾനാർ സ്റ്റൈലോയിഡ് വെൻ പെർഫോംഡ് വിത്തൗട്ട് മാനിപ്പുലേഷൻ. ഓപ്ഷൻ ബി നോക്കാം. 25605 അതെന്താണ്? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്റ്റൽ റേഡിയൽ ഫ്രാക്ചർ ആണ്, വിത്ത് മാനിപ്പുലേഷൻ ആണ്. ഇനി അടുത്ത് ഓപ്ഷൻ സി നോക്കാം. 25606 അതെന്താണ്? പെർക്യൂട്ടേനിയസ് സ്കെൽറ്റൽ ഫിക്സേഷൻ ഓഫ് ഡിസ്റ്റൽ റേഡിയൽ ഫ്രാക്ചർ ഓർ എപ്പിഫൈസിയൽ സെപ്പറേഷൻ ആണ്. ഓപ്ഷൻ ഡി നോക്കാം. 25607 അതെന്താണ്? ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്റ്റൽ റേഡിയൽ എക്സ്ട്രാ ആർട്ടിക്കുലാർ ഫ്രാക്ചർ ഓർ എപ്പിഫൈസിയൽ സെപ്പറേഷൻ വിത്ത് ഇൻറ്റേർണൽ ഫിക്സേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഡിസ്പ്ലേസ്ഡ് ഇമ്പാക്റ്റഡ് കോളിസ് ഫ്രാക്ചർ ലെഫ്റ്റ് ഡിസ്റ്റൽ റേഡിയസ് ആൻഡ് അൾന. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയഗ്നോസിസും സെയിം തന്നെയാണ്. പ്രൊസീജിയർ എന്താണ്? റിഡക്ഷൻ വിത്ത് അപ്ലിക്കേഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ ഫിക്സേഷൻ സിസ്റ്റം ലെഫ്റ്റ് റിസ്റ്റ് ഫ്രാക്ചർ. ഇവിടെ കീവേഡ് എന്താണ്? കോളിസ് ഫ്രാക്ചർ ആണ്. എക്സ്റ്റേണൽ ഫിക്സേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. റിഡക്ഷൻ വിത്ത് അപ്ലിക്കേഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ ഫിക്സേഷൻ സിസ്റ്റം ആണ്. ലെഫ്റ്റ് റിസ്റ്റ് ഫ്രാക്ചർ ആണ്.
ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. റിഡക്ഷൻ പറഞ്ഞ എന്താണ്? മാനിപ്പുലേഷൻ ആണ്. അപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫിക്സേഷൻ സിസ്റ്റം എപ്പോഴാണ് യൂസ് ചെയ്യണത്? അത് ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആകുമ്പോഴാണ് അത് യൂസ് ചെയ്യണത്. അപ്പോൾ കീവേഡ് എന്തൊക്കെയാണ്? മാനിപ്പുലേഷനും ഉണ്ട്, ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 25605 എന്നുള്ളതാണ്. അത് ഏതിലാണ് വരുന്നത്? ബി ആണ്. അതിൻ്റെ മറ്റേ കോഡ് എന്താണ്? 20690. അത് അപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫിക്സേഷൻ സിസ്റ്റം ആണ്. സോ നമ്മുടെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 33208. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻസേർഷൻ ഓഫ് ന്യൂ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് പേസ് മേക്കർ വിത്ത് ട്രാൻസ്വീനസ് ഇലക്ട്രോഡ് ഏട്രിയൽ ആൻഡ് വെൻട്രിക്കുലർ. ഓപ്ഷൻ ബി നോക്കാം. 33212. അതെന്താണ്? ഇൻസേർഷൻ ഓഫ് പേസ് മേക്കർ പൾസ് ജനറേറ്റർ ഓൺലി വിത്ത് എക്സിസ്റ്റിംഗ് സിംഗിൾ ലെഡ്. ഓപ്ഷൻ സി നോക്കാം. 33226. റീപൊസിഷനിങ് ഓഫ് പ്രീവിയസ്ലി ഇംപ്ലാന്റഡ് കാർഡിയക് വീനസ് സിസ്റ്റം ഇലക്ട്രോഡ്. ഓപ്ഷൻ ഡി 33235. റിമൂവൽ ഓഫ് ട്രാൻസ്വീനസ് പേസ് മേക്കർ ഇലക്ട്രോഡ്സ് ഡുവൽ ലെഡ് സിസ്റ്റം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്. സിൻകോപ്പ് സിംറ്റമാറ്റിക് ബ്രാഡികാർഡിയ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ബ്രാഡികാർഡിയ. പ്രൊസീജിയർ ഇൻസേർഷൻ DDD പേസ് മേക്കർ. DDD മീൻസ് ഡുവൽ ചാമ്പർ ആൻറ്റി ബ്രാഡികാർഡിയ പേസിംഗ് ആണ്. ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലായി, ഡുവൽ ചാമ്പർ ആണ്, ഇൻസേർഷൻ ആണ്. പിന്നെ ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ തന്നിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് എടുക്കേണ്ടത് പെർമനൻ്റ് ആണ്. അപ്പോൾ ഇതുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 33208. അതിലാണ് ഇൻസേർഷൻ ഓഫ് ന്യൂ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് പേസ് മേക്കർ വിത്ത് ട്രാൻസ്വീനസ് ഇലക്ട്രോഡ് ഏട്രിയൽ ആൻഡ് വെൻട്രിക്കുലർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ മെത്തേഡിലൂടെ ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാനും ഈസിയായി ആൻസറിലേക്ക് എത്താനും സാധിക്കുന്നു എന്നതാണ് ഈ മെത്തേഡിൻ്റെ ഹൈലൈറ്റ്. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് വരിയിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വായിക്കാനും മറക്കരുത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന മെത്തേഡുകളും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ടീച്ചിങ് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.